തദ്ദേശ വകുപ്പിലെ അനധികൃത ഇടപെടലുകൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് ചിലർ ചാനലുകൾ വഴി തനിക്കെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി വേങ്ങരയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴയിലെ സർക്കാർ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും വാർത്ത പ്രചരിപ്പിച്ച കൈരളി ചാനൽ ലേഖകന്റെ വഴിവിട്ട ആവശ്യത്തിന് വഴങ്ങാത്തതാണ് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്യസമയത്ത് പരിപാടിക്കെത്തുകയും യാതൊരുവിധ അനാവശ്യ പ്രോട്ടോകോളും ആവശ്യപ്പെടാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയുമാണ് ചെയ്തത്. മണ്ണിൽ ചവിട്ടി ജീവിച്ച തനിക്ക് പ്രത്യേക പരിഗണനകളുടെ ആവശ്യമില്ലെന്നും ചിലർ തന്നെ ബി.ജെ.പി. ചാരനാക്കാനും തീവ്രവാദിയാക്കാനും അഹങ്കാരിയായി ചിത്രീകരിക്കാനും ശ്രമിക്കുന്നത് വിലപ്പോവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കില, കുടുംബശ്രീ, ക്ലീൻ കേരള തുടങ്ങിയ മിഷനുകളിലും അനുബന്ധ ഏജൻസികളിലും IAS ഉദ്യോഗസ്ഥരെക്കാൾ ഉയർന്ന ശമ്പളം പറ്റി പാർട്ടി താൽപര്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നോമിനികളെ ഒരു കാരണവശാലും വെച്ചുപൊറുപ്പിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കൈരളിയുടെ ഒരു ലേഖകൻ എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തിയെടുത്ത് ഒരു ഷാജഹാൻ എന്ന് പറയുന്ന ഒരാൾ വളരെ അവിഹിതമായ ഒരു കാര്യം ഞാനവിടെ ചെന്നപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വാർത്ത പോലെ ചില വാർത്ത വരുന്നൊക്കെ പറഞ്ഞ് അയാൾ ബന്ധപ്പെട്ടു. ഷാജഹാനാണ് അയാൾ പേര് സ്വയം പരിചയപ്പെടുത്തിയിട്ട് സ്വന്തം കുപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ഈ വാർത്തയുടെ പറയും പിന്നെ ജനൻ TV അത് പിന്നെ ഒരൊറ്റ സാറ്റലൈറ്റിൽ വർക്ക് ചെയ്യുന്ന 2 ചാനലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവരുടെ ചാനൽ അവർ ഏറ്റെടുത്തു. മുഖ്യധാര മീഡിയകളൊന്നും അത് കൊടുത്തില്ല, വസ്തുതകൾ അറിയുന്നൊന്നും കൊടുത്തില്ല. പക്ഷെ സംഭവിക്കുന്ന കാര്യം അതല്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏറ്റെടുത്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു എൻക്വയറി നടത്തും. LSTD വകുപ്പിനകത്ത് പ്രത്യേകിച്ച് കുടുംബശ്രീയിലടക്കം കില, കുടുംബശ്രീ, ക്ലീൻ കേരള, ഇങ്ങനെ കുറേ മിഷനുകളുണ്ട്. ഇതിനകത്തൊക്കെ അപകടകരമായ വിധത്തിലുള്ള ഒരു ആളുകൾ ചുമ്മാ ഇരുന്ന് വലിയ ശമ്പളം വാങ്ങുന്ന ഒരവസ്ഥ അവിടങ്ങളിലൊക്കെയാണ്. എന്ന് വെച്ചാൽ പാർട്ടിയുടെ താല്പര്യത്തിന് കുറേ ആളുകൾ കൊണ്ടുപോയി വെക്കുക. അവിടെ നിങ്ങൾക്ക് പത്രക്കാർക്ക് വാങ്ങുന്ന ശമ്പളത്തിൽ നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. IAS ഉദ്യോഗസ്ഥന്മാരെക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്ന പാർട്ടി നോമിനികൾ ഇത്തരം പോസ്റ്റുകളിലുണ്ട്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചതെന്ന് വെച്ചാൽ ആ പോസ്റ്റുകളിൽ നിന്ന് ആളെ മാറ്റി വേറെ വെക്കുക എന്നുള്ളതല്ല, മറിച്ച് ഡെമോളിഷ് ചെയ്യേണ്ടുന്ന സർക്കാരിന്റെ പൊതുസ്വത്തിനെ കട്ടുമുടിക്കുന്ന ഈ CPM ലോബികളെ വളരെ കൃത്യമായിട്ട് ഞാൻ മന്ത്രിയായിരിക്കുകയാണെങ്കിൽ നാളെ എനിക്ക് മന്ത്രിയായിക്കോണം നിർബന്ധമില്ല, മറ്റന്നാൾ എന്നെ പുറത്താക്കി എനിക്ക് പ്രശ്നമില്ല, ആക്ഷേപമില്ല. പക്ഷെ ഇരിക്കുന്നിടത്തോളം ഈ കട്ടുമുടിക്കുന്നവർക്കെതിരെ നടപടികളുണ്ട്. കുടുംബശ്രീ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവിടെ നമ്മളുടെ വോളണ്ടിയർമാരായിട്ട് പഞ്ചായത്തുകളിലൊക്കെ തെരഞ്ഞെടുക്കുന്ന ആളുകൾ അവരെയൊക്കെ തന്നെ പാർട്ടികളുടെ പരിപാടികൾ വിജയിപ്പിക്കുന്നവരെ പഞ്ചായത്തുകളിലൊക്കെ വന്നാലും മന്ത്രിമാരെ പ്രസംഗത്തിനുണ്ടേ ഇരുത്തുക. ഈ ആളുകളെ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്ന ഒരു പാർട്ടി സിസ്റ്റം ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. അത് പൊളിക്കുക എന്നുള്ളത് തന്നെയാണ് കുടുംബശ്രീയുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത് ഗവൺമെന്റിന്റെ നിർബന്ധപൂർവ്വമുള്ള നിയമമാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നതിന്റെ ചൊറിച്ചിലും കഴക്കുമാണ് സത്യത്തിൽ കൈരളിയും അതുപോലെ തന്നെ ജനം TV ഒക്കെ തീർക്കുന്നത്. അതിന്റെ മുമ്പിൽ ഏതായാലും നിന്ന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്നലത്തെ ഇൻസിഡന്റ് എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഞാൻ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ചെല്ലുന്നു, സുധാകരൻ MLA അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു സെക്കൻഡ് പോലും റോഡിൽ നിന്നിട്ടില്ല, കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നിന്നിട്ടില്ല. ഞാൻ എത്തുന്ന റൈറ്റ് ടൈമിൽ അവിടെ എത്തുന്നു, നേരെ പരിപാടിയിലേക്ക് പോകുന്നു. അവിടെ അതല്ലാത്ത ഒന്നും ഞങ്ങൾ നേരിട്ട് നടത്തുന്ന പരിപാടിയാണ്, അല്ലാതെ വേറെ അവിടെ ആലപ്പുഴയിലെ ആളുകൾ നടത്തുന്നതല്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രോഗ്രാമാണ്, അതിന്റെ ഫണ്ടിങ് അടക്കം സംസ്ഥാന ഗവൺമെന്റിൻ്റെതാണ്. ഞങ്ങൾ നടത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ നേരത്തെ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ബീച്ചിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പോകുന്ന വഴിയിൽ അത് കാർപ്പെട്ടിട്ടിരുന്നു. ഞാൻ പിന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതൊന്നും അവിടെ ശ്രദ്ധയിലുണ്ടായിരുന്നില്ല. ഇവിടെ പരിപാടികൾക്ക് പോകുമ്പോൾ കുറെ പ്രമാണിമാർ ധരിച്ചിരുന്ന സ്റ്റേറ്റാണല്ലോ, പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മണ്ണിൽ ചവിട്ടി ജീവിച്ചവരാണ്. ആ മണ്ണിൽ തന്നെ തിരിച്ചു പോകണമെന്ന വിശ്വാസവും ധാരണയുള്ളവരാണ്. അതുകൊണ്ട് എന്നെങ്ങനെ എന്താ പറയുക കുറെ ഹിന്ദു തീവ്രോ BJP കാരനാക്കുക, പിന്നെ മുസ്ലിം തീവ്രവാദിയാക്കുക, ഇപ്പൊ ഒരു അഹങ്കാരിയാക്കി മാറ്റാന്നൊക്കെ വിചാരിക്കണമെങ്കിൽ അവിടെ മനസ്സിൽ വെച്ചാൽ മതി. ഞാൻ എൻ്റെ ഒരു മന്ത്രി എന്നുള്ള നിലക്ക് വളരെ കൃത്യമായിട്ട് ഏൽപ്പിക്കപ്പെട്ട ചുമതല നടത്താൻ മുന്നോട്ട് പോകും. അത് ഇത്തരത്തിലുള്ള കള്ളമാണ്. ഞാൻ കേരളത്തിലെ മീഡിയകളോട് ഹൃദയപൂർവ്വം പറയുന്നു, വളരെ മര്യാദയിൽ അവരുടെ ഉത്തരവാദിത്വം നില കാണിച്ചു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അവർ അന്വേഷിച്ചിട്ടുണ്ടാവും, പോയി നോക്കിയിട്ടുണ്ടാവും. ഇന്നലെ നടന്നത് നമുക്ക് വാർത്ത വളച്ചൊടിച്ചു എന്ന് പറയണമെങ്കിൽ ഒരു വാർത്തയെങ്കിലും ഉണ്ടാവണം. വളച്ചൊടിച്ചു എന്ന് പറയണമെങ്കിൽ ഒരു വാർത്ത ഉണ്ടാവണം. വാർത്ത പോലും ഇല്ലാത്ത ഒരു കള്ളക്കളവും കൈരളി ഇതുവരെ എന്ന് വെച്ചാൽ സർക്കാരിനെ തിന്ന് ജീവിക്കായിരുന്നു ഇത്രയും കാലം കൈരളിയൊക്കെ. ഇനിയിപ്പോൾ അത് കഴിയാത്തത് കൊണ്ട് വേറെ വല്ല തട്ടിപ്പിന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലത്തെ വാർത്ത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനേക്കാൾ തന്നെ
ഒരു അധ്വാനിച്ച് ജീവിക്കാൻ പറ്റും. ഇങ്ങനെ വൃത്തികെട്ട പൈസ വാങ്ങിയിട്ട് നിന്നിട്ടല്ല ജീവിക്കേണ്ടത്. എന്നോട് ചോദിച്ചാൽ എന്താണെന്ന് അറിയാം. അവിടുത്തെ ലേഖനം അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് ഷാജിൻ്റെ കയ്യിൽ നീ വാങ്ങി തിന്നാൻ വിചാരിക്കുന്നത് അതൊക്കെ അധ്വാനിക്കാൻ പറ്റും. കൈകൊടുത്താകാം. ഭീഷണിപ്പെടുത്താൻ മാത്രം അവൻ ജയിച്ചാൽ അവനെ ഒരു 10 പ്രാവശ്യം ജയിക്കട്ടെ. ലേഖനിൽ 10 പ്രാവശ്യം ജയിക്കട്ടെ. ഷാജിനെ ഭീഷണിപ്പെടുത്തും. ഞാൻ ഇതുപോലെ കുറെ കേസൊക്കെ കൂടിയിട്ട് വന്നത് എന്റെ കേസ് നടപടിയൊക്കെ ഞാൻ പോകും. ഞാൻ കേസ് കൂടി കോടതിയിൽ ജയിച്ചു വന്ന ഒരാളാണ്. പിന്നെന്താ ഭരണപരമായിട്ടുള്ള ആനുകൂല്യം പറ്റിയിട്ടൊന്നുമല്ല. നിങ്ങളിലെ പത്രക്കാരിൽ പലരോടും എനിക്ക് വിയോജിപ്പുകൾ പറയണ്ട. വിയോജിപ്പാണ്. ജനാധിപത്യമല്ലേ. അതൊക്കെ വാർത്ത നിങ്ങൾ എന്റെ ഫോണിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇല്ലാത്ത വാർത്ത കൊടുക്കുന്നത് എവിടുത്തെ പണിയാണ്? അതിനെ പറയേണ്ട വാക്കെന്താണ് പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അങ്ങനത്തെ ഒരു വാർത്ത ഉണ്ടായിട്ടില്ല. ഞാൻ അവിടെ ചെന്നിറങ്ങുന്നു, MLA കൂട്ടി നേരെ പോകുന്നു. അവിടെ ചെന്ന് പരിപാടി റൈറ്റ് ടൈമിൽ തന്നെ എന്നിട്ട് MLA പറയണം റൈറ്റ് ടൈമിൽ വന്നു എന്ന് പറയുന്നത് ഭയങ്കര കൈയടിക്കുന്നു. എന്നിട്ട് അവിടെ ഉള്ള ആളുകളൊക്കെ നമ്മളോട് ഭയങ്കര ഞാൻ അവിടെ കൃത്യമായിട്ട് ആ ഇരിക്കുന്ന ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഈ മന്ത്രിമാരുടെ ഈ ഓഞ്ഞ പ്രസംഗം കേട്ടാ ഇരിക്കരുത്. നിങ്ങൾക്ക് പണി ഉണ്ടെങ്കിൽ ആ പണി കിട്ടില്ല. അല്ലാതെ ഈ കേരളത്തിൽ ഈ ഹരിത കർമ്മസേനയും ഈ കുടുംബശ്രീ ഉണ്ടാക്കിയത് മന്ത്രിമാരുടെ ഓഞ്ഞ പ്രസംഗം 10 കൊല്ലത്താണ്. ഈ സാധുക്കൾ ആ വീട്ടിങ്ങനെ കുത്തുന്നു. നിർബന്ധപൂർവ്വം പഞ്ചായത്തുകൾ കൊണ്ട് അവിടെ ഇരിക്കുക. നിങ്ങൾ പത്രക്കാർ കണ്ടില്ല, എല്ലാത്തിലും കുടുംബശ്രീയാണ് മന്ത്രിമാരുടെ പരിപാടി ചെയ്യിപ്പിക്കുക. ഇവരെ കൊണ്ടേ ഇരുന്നു. ഈ സാധുക്കളെ ഇവർ അതിനുവേണ്ടി ഉപയോഗിച്ചു. അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അതാണ് പ്രശ്നം. എൻ്റെ പരിപാടി നിങ്ങൾ വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിർബന്ധപൂർവ്വം ഒരു ആരും വരണ്ട. പഞ്ചായത്ത് നിർബന്ധിച്ചാൽ അതിനെതിരെ നടപടി ഉണ്ടാവും ഞാൻ പറഞ്ഞു. ഞാൻ എപ്പോഴും ആവർത്തിക്കും. അതിനാണ് ഈ കഥ ഉണ്ടാക്കുന്നത്. ഇതിന് ഒഴിവാക്കേണ്ട കുറെ ആളുകളുണ്ട്. പോസ്റ്ററിനെ ഡെമോളിഷ് ചെയ്യുന്നത് എന്നുവെച്ചാൽ അവിടെ പുതിയ ആളുകളെ കൊണ്ടുവന്നാൽ അവിടെ നമ്മൾ എന്താ വ്യത്യാസമുള്ളത്? ആവശ്യമുള്ളിടത്തൊക്കെ കൊണ്ടുവരും. ആവശ്യമുള്ളിടത്തൊക്കെ കൊണ്ടുവരും. ഞാൻ കേരള കമ്പനിയുടെ മാനേജ്മെന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ബോർഡ് മീറ്റിംഗ്. ആ ബോർഡ് മീറ്റിംഗിൽ 12 14 പേരുള്ളപ്പോൾ ഞാൻ പറഞ്ഞു 10 വർഷം ഇരുന്ന ആള്. 10 വർഷം ഇങ്ങനെ സ്ഥിരം കൂട്ടി കൊടുക്കുന്ന ആള്. ഞാൻ പറഞ്ഞു അവിടെ നിർത്തിയേക്ക്. ഇനി സാധാരണ പുതിയ ആളെടുക്കുന്ന പ്രോസസ്സിൽ ഇന്റർവ്യൂ നടത്തിയിട്ട് എടുക്കട്ടെ. കൊടുക്കുന്ന കൈരളിയുടെ ആ ഏർപ്പാടുണ്ടല്ല, ആ ഏർപ്പാടില്ല അന്വേഷിക്കും. ഞാൻ പറയുന്നു, നാളെ മന്ത്രിസ്ഥാനത്ത് പുറത്തിറങ്ങി പോകുന്ന അവസാന സെക്കൻഡ് വരെ ഞാൻ ഈ പണി എടുക്കുന്നു. ഞാൻ എടുക്കുന്ന പണി 100% ശരിയാണെന്നുള്ളത് നമുക്ക് സംവാദം നടക്കും. ചിലപ്പോൾ നിങ്ങളെ കണ്ടിൽ ശരിയായി പോകണമെന്നില്ല. പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ 1000 വട്ടം ഉറച്ചു നിൽക്കും. ഇതൊക്കെ അന്വേഷിക്കും. പഞ്ചായത്തുകളിൽ വേറെയും കളികളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളായിട്ട് സംസാരിക്കാൻ ഞാൻ സംസാരിച്ചുകൊണ്ടേ ഇരിക്കാത്തത് എൻ്റെ ഒറ്റ കാര്യം കൊണ്ടാണ്. എനിക്കിത് പഠിക്കാനൊരു സമയമാണ്. വെറുതെ കയറി കുറേ അവകാശം പറഞ്ഞാൽ അവതരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ അതിന് വേണ്ടിയുള്ള സമയം എടുക്കുകയാണ്. സമയം എടുത്ത് നമ്മൾ കാണും കുറച്ചും കൂടെ വിശദമായി. കിലയുടെ ഫാക്കൽറ്റീസ് നോട്ടെ ഗവൺമെന്റ് എംപ്ലോയി. അയാൾ ഗവൺമെന്റ് എംപ്ലോയി അല്ല. ഇവർ കൂടിയിട്ട് ആളെ തീരുമാനിക്കുക. ക്ലീൻ കേരള ഒരു കമ്പനിയാണ്. ദാറ്റ്സ് നോട്ട് എ ഗവൺമെന്റ് ഏജന്റ്. ഗവൺമെന്റ് സിസ്റ്റം പാർട്ട് ഓഫ് സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു. അവർക്ക് എത്ര വണ്ടികൾ ഉണ്ടെന്ന് അറിയാം? എത്ര വണ്ടികൾ ഓടുന്നു അറിയും? വീട്ടിൽ നിന്ന് ടൗണിൽ പർച്ചേസ് ചെയ്ത് മാത്രം തിരിച്ചു പോകുന്ന ഇന്നോവ കാർ ഉപയോഗിക്കുന്ന ഒരു 50-ലധികം ആളുകൾ കേരളത്തിൽ ഇങ്ങനെ വെച്ചവരുണ്ട്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ PSC എഴുതി പരീക്ഷ എഴുതി ഗവൺമെന്റ് സർവീസിൽ വന്നിരിക്കുന്നവർ അവരുടെ എഫിഷ്യൻസി ഇൻഎഫിഷ്യൻസി ഒക്കെ വേറെ കാര്യമാണ്. ഇതൊന്നുമല്ല. ഇത് CPM-ന്റെ കൈരളി ചാനലിലടക്കം പോയി പണിയെടുക്കുന്നവൻ ശമ്പളം പറ്റുന്നത് ഇവിടെ നിന്നാണ്. സർക്കാരിന്റെ ശമ്പളമാണ്. അത് നിങ്ങൾക്ക് അതിശയം ഉണ്ടാവും. നിങ്ങൾ പത്രക്കാർ വാങ്ങുന്ന ശമ്പളത്തെ കുറിച്ചൊക്കെ എനിക്ക് മിനിമം ധാരണയുണ്ട്. IAS ഓഫീസർമാർ വാങ്ങുന്നതിനേക്കാൾ ശമ്പളം വാങ്ങുന്ന ഇത്തരം അട്ടകളുണ്ട്. നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അങ്ങനെ നടക്കുന്ന ഞാൻ കൈവച്ചിട്ടില്ല. ഏതായാലും ഞാൻ ഒരു കാര്യം ആദ്യം പറഞ്ഞു, കുടുംബശ്രീക്കകത്തൊക്കെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഈ അട്ടകളെ അവരെ ഒഴിവാക്കുക തന്നെ ചെയ്യും. കേരളത്തിൽ ഗവൺമെന്റിന്റെ പണം തിന്ന് നിൽക്കുന്ന ഇത്തരത്തിലുള്ള CPM കേഡറുകളെ ഒരു സംശയക്കാരും വിചാരിക്കണ്ട. അതിന് കൈരളി ഇങ്ങനത്തെ കുറെ കള്ളക്കഥകൾ ജനം ടിവിനെയും കൂടി നടക്കാൻ വേണ്ടി. ഓണനാളുകളെ ഐശ്വര്യപൂർണ്ണമാക്കാൻ തൂബ ജ്വല്ലറി ഒരുക്കുന്നു മംഗല്യോണം. ഇനി സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. പണിക്കൂലി വെറും 2.5% മുതൽ. ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. കൂടാതെ സ്വർണോത്സവത്തിന്റെ ഭാഗമായി 1ാം സമ്മാനമായി ബലേനോ കാർ സ്വന്തമാക്കൂ. നറുക്കെടുപ്പിലൂടെ മറ്റനവധി സമ്മാനങ്ങളും. ഓഫറുകൾ ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ മാത്രം. ഇന്നു തന്നെ നമ്മുടെ തൂബ ജ്വല്ലറി സന്ദർശിക്കൂ.